ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കില്ലേ നല്ലൊരു ഹെൽത്തി ദോശ ഉണ്ടാക്കിയാലോ. ഹെൽത്തിയാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല കേട്ടോ. ടേസ്റ്റൊക്കെ കിഡിലാണ്. നല്ലൊരു ക്യാരറ്റ് ഓട്സ് ദോശ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചുവന്ന പരിപ്പും 1/4 കപ്പ് ചെറുപയർ പരിപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1 മണിക്കൂർ അതൊന്ന് പുതിർത്തി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനാണ് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്കിത് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഇതാ പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മളിതാ പുതിർത്തി വെച്ചിട്ടുള്ള പരിപ്പുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുപയർ പരിപ്പും നമ്മുടെ ചുവന്ന പരിപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ 2 പരിപ്പും ഇല്ലേ, നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ വേണ്ടതാണ് നമ്മളെ മെയിൻ ഐറ്റം ഓട്സ്. അപ്പോൾ അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടതാണ് ക്യാരറ്റ്. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 പച്ചമുളക് വേണം. അപ്പോൾ 2 or 3 പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന അളവിനനുസരിച്ചിട്ട് കൂട്ടോ കോർക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ അരക്കാൻ പാകത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒരു തരി പോലും ഇല്ലാണ്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തതിന് നല്ല അടിപൊളിയായിട്ടുള്ള മാവ് ഇവിടെ റെഡിയാവും കേട്ടോ. നല്ല ദോശമാവ് ഇവിടെ റെഡിയാവും കേട്ടോ. ഇനി അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് 2 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തവി വെച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ദോശ ചൂടാട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ചൂടാട്ടോ. നമുക്ക് 1 മണിക്കൂർ ഈ ഒരു പരിപ്പ് കുതിർത്ത് വെക്കേണ്ട ആ ഒരു ടൈമേ ഉള്ളൂ. അരക്കുക, ദോശ ചൂടുക, കഴിക്കുക, ഇത്രേ പണിയുള്ളൂ. ഇനി ഞാനിതാ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിലോട്ട് നെയ്യ് ഒഴിക്കണമെങ്കിൽ നെയ്യ് ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതൊന്നും ഇല്ലാണ്ട് വെറുങ്ങനെ പ്ലെയിനായിട്ട് ദോശ നമ്മളെ പാനിലോട്ട് പാരുന്നുണ്ട്, അങ്ങനെ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ മക്കൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ കുറച്ചൊന്ന് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിതാ നന്നായിട്ടൊന്ന് ദോശ പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലിൽ ഞാൻ കുറച്ച് നെയ്യ് തടയിട്ടുണ്ട്, വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ള ആൾക്കാർക്ക് നമുക്ക് എണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെ പ്ലെയിനായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പാനിൽ നിന്നും ദോശ കിട്ടും കേട്ടോ. ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ നമുക്കില്ലേ ഈ ക്യാരറ്റിന് പകരം ബീട്രൂട്ടും മാവിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ദോശയും ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. മൊത്തം എനിക്കൊരു 15 ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാവിൽ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഓട്സ് ക്യാരറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ക്യാരറ്റും ഓട്സും കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയേയില്ല. നല്ലൊരു ഉഴുന്ന് ദോശയൊക്കെ കഴിക്കുന്ന ഒരു ഫീലാട്ടോ. ഇത് കഴിക്കുമ്പോൾ നല്ലൊരു കട്ടി ചട്നിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അങ്ങനെ നല്ല വെള്ള കട്ടി ചട്നിയും നമ്മുടെ ചൂടുള്ള ദോശയും കൂടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീട്ടിൽ പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഹെൽത്തി ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ എണ്ണ ആഡ് ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇതിൽ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അനുസ്വാഡ്. താങ്ക് യു.